Good morning, all. Good morning. അപ്പോൾ നിങ്ങള് മാസിക് അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് ഭാഗം നമ്മൾ കവർ ചെയ്തിരുന്നു. വായിച്ചു നോക്കിയിരുന്നോ? ഗുഡ് മോർണിംഗ്. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? മാസിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എടുത്തോളത്തോളം ഭാഗം കുറച്ചു പേരൊക്കെ വായിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? മാസിക് അഡ്മിനിസ്ട്രേഷന്റെ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ആരെങ്കിലും പറയാമോ? ആരും ഓർക്കുന്നില്ല. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഒന്ന് പറയാമോ? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ആണോ? സൂപ്രണ്ടന്റിയാണ്. അപ്പൊ നമ്മളെ കണ്ടായിരുന്നു അല്ലെ, വിവിധ പോസ്റ്റിലുള്ളവരാണ് നമ്മള് അല്ലെ, ഒരു നഴ്സിംഗ് എന്നുള്ള ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വിവിധ പോസ്റ്റിലുള്ളവര്, അതായത് അവരുടെ അധികാര സീമകള് വ്യത്യസ്തമാണ്. നഴ്സുമാരെ ആണെങ്കിലും കുറച്ചും കൂടി ഏറ്റവും ടോപ്പിലുള്ളതാണ് നഴ്സിംഗ് ഡയറക്ടർ. അതിനുശേഷമാണ് നമ്മൾ നഴ്സിംഗ് സൂപ്രണ്ടന്റിനെ കണ്ടത്. അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും നമ്മൾ കണ്ടായിരുന്നു അല്ലെ. മെയിനായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഡയറക്ടർമാർ എടുക്കുമ്പോൾ നഴ്സിംഗ് സൂപ്രണ്ടന്റ് അതിൻ്റെതായിട്ടുള്ള കുറച്ച് റോളുകളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അല്ലെ. കീപ്പ് റെക്കോർഡ്സ്, സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. അങ്ങനെ ഓരോ ഇതുകളും നമുക്കറിയാം. ഇതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ആണ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ഓർത്ത് വെച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് തന്നിട്ട് അല്ലെ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണോ അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻചാർജ് ആണോ ഡയറക്ടർ ആണോ എന്നുള്ള ഓപ്ഷൻസ് തന്നിട്ട് ഒരു ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി തരികയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോകണം. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് എന്താണ്? നഴ്സിംഗ് സൂപ്പർവൈസറുടെയാണ്. നഴ്സിംഗ് സൂപ്പർവൈസർ ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ്, നമുക്ക് തുടങ്ങാലോ. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ, ആ ഒരു ലേബിൾ കൊടുത്തിരിക്കുന്ന ഒരു നഴ്സ് ആരാണെന്ന് നോക്കാം. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം ആൻഡ് ഈസ് കൺസിഡേർഡ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. അതായത് കാര്യനിർവഹണത്തിന് പ്രധാന റോള് പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന ലേബലാണ് പ്രധാനമായിട്ടും നഴ്സിംഗ് സൂപ്പർവൈസറിന് കൊടുക്കുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ ഇസ് കൺസിഡേർഡ് ആസ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. കാര്യനിർവഹണ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? പ്രധാനമായിട്ടും സൂപ്പർവൈസർ ആണ്. അതായത് അദ്ദേഹം അല്ലെ, നമ്മൾ കാണാറുണ്ട് സൂപ്പർവൈസറി പോസ്റ്റുള്ളവർ. ഏത് നഴ്സിംഗ് മാത്രമല്ല, ഏത് ലെവലിലും സൂപ്പർവൈസറി പോസ്റ്റുള്ളവർ എന്താണ്, അവര് ഓരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലെ. അവരുടെ കീഴിലുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ട് എവിടെയാണ് കറക്ഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് അവർക്ക് പങ്കുവയ്ക്കുന്നതാണ്. അപ്പൊ സൂപ്പർവൈസേഴ്സ് വരുമ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാം അവര് നല്ല കൃത്യമായിട്ട് തന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം എന്താണ്, അവര് സൂപ്പർവൈസ് ചെയ്യുന്നവര് അവരെ കറക്റ്റ് ചെയ്യും അല്ലെ. കൃത്യതയോടുകൂടി ചെയ്തില്ല എങ്കിൽ അവരെ എന്തായാലും കറക്ഷന് വിധേയമാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് പ്രധാനമായിട്ടും കാര്യനിർവഹണ പ്രവർത്തനം ചെയ്യുന്ന ഒരു ഭാഗം അത് നഴ്സിംഗ് സൂപ്പർവൈസറുകളാണ്. ആൻഡ് ഇസ് എ പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് കഴിഞ്ഞില്ലേ? നഴ്സിംഗ് ഡയറക്ടർ മാത്രമല്ലല്ലോ, നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തില്ലേ?
അപ്പോ നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ആണെന്ന് ഞാൻ ഓർത്തു. നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കഴിഞ്ഞതാട്ടോ. നമ്മളിപ്പോ നഴ്സിംഗ് സൂപ്പർവൈസറുടെ ആണ് പറയുന്നത്. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസർ അപ്പൊ നമ്മൾ കണ്ടു. നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അദ്ദേഹം ഡയറക്ടറിന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡയറക്ടറിന്റെ അഭാവത്തിൽ അവരുടെ ഡ്യൂട്ടികളെല്ലാം ചെയ്തു തീർക്കണം. അതേമാതിരി തന്നെ അവരുടേതായിട്ടുള്ള അല്ലെ, നമ്മുടെ സൂപ്രണ്ടന്റിന്റെ അതിൻ്റെതായ കുറെ റൊട്ടേഷൻ, മാസ്റ്റർ റൊട്ടേഷൻ, നഴ്സുമാരുടെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് അവരുടെ ഡ്യൂട്ടീസ് ആണ്. നമ്മൾ അത് കഴിഞ്ഞതാണ്. ഇനി നഴ്സിംഗ് സൂപ്പർവൈസറുടേതാണ്. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ ഞാൻ ജസ്റ്റ് പറഞ്ഞു, എല്ലായിടത്തും അല്ലെ സൂപ്പർവൈസറി പോസ്റ്റിൽ വന്ന് എല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളെല്ലാം, എന്തൊക്കെ കറക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന, വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ എന്താ ഇതിൽ പറയുന്നത്, ദർ ഇസ് എ നഴ്സിംഗ് സൂപ്പർവൈസർ അവൈലബിൾ അറൌണ്ട് ദ ക്ലോക്ക്. എന്ന് വെച്ചാൽ എല്ലായിടത്തും അദ്ദേഹം അല്ലെ, എല്ലാ സമയത്തും അദ്ദേഹം എവിടെ വേണമെങ്കിലും എത്തിപ്പെടാം. സൂപ്പർവൈസറിന് ഇങ്ങനെ പ്രത്യേക സമയവും സന്ദർഭമൊന്നുമില്ല, എവിടെ വേണമെങ്കിലും ഏത് സമയത്തും എത്താം. Nursing supervisor should always be ready to attend a patient either in a person or by way of a consultation in on call capacity. അതായത് പേഷ്യന്റ് അവര് എന്തെങ്കിലും കാര്യങ്ങളല്ലേ അവരോട് സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവരാണെന്ന് അറിയാതെ തന്നെ, ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞിട്ട് തന്നെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ അവരെ മീറ്റ് ചെയ്യാനായിട്ട് സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവരെ തയ്യാറാകും. either in person or by way of a consultation in an on call capacity. ഒരുപക്ഷെ ഒരു അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സൂപ്പർവൈസറി പോസ്റ്റിലുള്ള നഴ്സുമാരെ അറ്റൻഡ് ചെയ്യാറുണ്ട്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീ ദ നഴ്സിംഗ് സൂപ്പർവൈസർ. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും അല്ലെ, നമ്മുടെ സൂപ്രണ്ടന്റിന്റെ മേൽനോട്ടത്തിലാണ് സൂപ്പർവൈസേഴ്സ് പ്രധാനമായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. അതായത് ഇൻ കേസ് സൂപ്രണ്ടന്റിന് എന്തെങ്കിലും കാര്യങ്ങൾ സൂപ്രണ്ടന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർവൈസറി പോസ്റ്റിലുള്ളവര് അത് കൃത്യമായിട്ട് സൂപ്രണ്ടന്റിനെ എത്തിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എടുത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ ജോലികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് സൂപ്പർവൈസറിനുള്ളത് എന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. അതായത് അവരുടെ കീഴിലാണ് അല്ലെ ജോലിക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂപ്പർവൈസറി പോസ്റ്റിലുള്ളവരാകുമ്പോൾ അവരുടെ കീഴിലാണ് ജീവനക്കാര് അവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നത്. അപ്പൊ അവരെ ഓരോരുത്തരെയും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ക്രമപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് ചില കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, ചിലപ്പോൾ വിലയിരുത്തി കൊടുക്കേണ്ടതുണ്ടാവും. ഇങ്ങനെയല്ല അതങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് അവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടാവും. അവരെ അല്ലെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ക്രമപ്പെടുത്തി കൊടുത്തിട്ട്. ഇപ്പൊ സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവരായിരിക്കും ചെന്നിട്ട് ചിലപ്പോണെങ്കിൽ അല്ലെ ചില ഡ്യൂട്ടികൾ റോങ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോകും. കാരണം അവർ ആദ്യം ചെയ്യേണ്ടത് ആ ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ അതിലേക്ക് അവരെ ക്രമപ്പെടുത്തി എങ്ങനെയാണ് ഈ ഡ്യൂട്ടികൾ ചെയ്ത് തീർക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ക്രമപ്പെടുത്തി കൊടുക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അസൈൻ ചെയ്യുന്ന വിവരിച്ചു കൊടുക്കുക. ഷെഡ്യൂൾ കോച്ചിങ് അല്ലെ അവർക്ക് കോച്ചിങ് ഒക്കെ കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അച്ചടക്കത്തോട് കൂടിയിട്ട് ആ ജോലി അവരുടെ കീഴിലുള്ള തൊഴിലാളികളെ കൊണ്ട് അച്ചടക്കത്തോടു കൂടി ജോലി ചെയ്യിപ്പിക്കാനായിട്ട് ഉള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സൂപ്പർവൈസറി പോസ്റ്റുള്ളവർക്കാണ്. Okay, to select, orient, train, assign, schedule, coaching, counseling and discipline employees. അപ്പൊ എല്ലാ ജീവനക്കാരെ കൊണ്ടും അച്ചടക്കത്തോട് കൂടിയിട്ട് നല്ല അടക്കും ചിട്ടയോടും കൂടി ചെയ്യാനല്ലേ സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവർ വരുമ്പോൾ എന്തുകൊണ്ടാ എല്ലാവരും നല്ല ഫാസ്റ്റ് ആയിട്ട് നല്ല കൃത്യതയോടും ചെയ്യുന്നത്? കാരണം അവരാണ് കറക്റ്റ് ചെയ്യിപ്പിക്കും അല്ലെ, എന്തെങ്കിലും തെറ്റുകളോ റോങ്ങുകള് ചെയ്യേണ്ടത് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവര് ചെയ്യിപ്പിക്കും. അതല്ലെങ്കിൽ ക്രമത്തോടു കൂടിയല്ല ചെയ്യണമെങ്കിൽ അത് ക്രമത്തോടു കൂടി ചെയ്യാനായിട്ടൊക്കെ നിർദ്ദേശിക്കും. എന്തെങ്കിലും വിലയിരുത്തിയിട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവർക്കാണ്. അപ്പോൾ നഴ്സുമാരുടെ കീഴിലും ഇങ്ങനെ തന്നെയാണ്. നഴ്സിംഗ് സൂപ്പർവൈസറുടെ കീഴിലാണ് താഴെയുള്ള നഴ്സുമാർ വർക്ക് ചെയ്യുന്നത്. അവരുടെ കറക്ഷനും കാര്യങ്ങളൊക്കെ സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവർ ചെയ്തിരിക്കും. Then meet operational standards by donating information to strategic plans and procedures. അതായത് നമ്മൾ എന്തെങ്കിലും അല്ലെ പ്ലാനുകൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഏതൊരു ജോലിക്കും അല്ലെ, ഇത്രത്തോളം നേരത്തെ കൂട്ടി ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ജോലി ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്. അതില് കറക്റ്റ് ആയിട്ട് അല്ലെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കമ്പയർ ചെയ്തിട്ടാണ് ഓക്കെ ആണ്, വലിയ പ്രശ്നമില്ലാതെ തന്നെ ഈ വ്യക്തി ഇവരുടെ ഡ്യൂട്ടി ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത്.
അപ്പൊ മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പൊ അതായത് തന്ത്രപരമായിട്ട് പ്ലാനുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് അതെല്ലാം സ്റ്റാൻഡേർഡുകളെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് ഈ സൂപ്പർവൈസറി അല്ലെ അവര് പ്രൊസീജിയേഴ്സ് അതിന്റെ നടപടിക്രമങ്ങൾക്കെല്ലാം അവര് പങ്കാളിയാകുന്നുണ്ട് ആര് സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവർ. മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് പ്രൊസീജിയർ. അതായത് തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങും നടപടിക്രമങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പങ്കുവെക്കാനായിട്ട് ഈ ഒരു സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവര് തയ്യാറാവുന്നുണ്ട്. അതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് നമ്മള് നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ, അവർക്ക് തത്വങ്ങളുണ്ട്. നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ അധിഷ്ഠിതമായിട്ടാണ് ഈ സേവനങ്ങള് കസ്റ്റമൈസ് ആയ പേഷ്യൻസിന് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത് നമുക്കറിയാം, നഴ്സുമാരോട് കൃത്യമായിട്ട് പറയും നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യേണ്ടത്, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ പേഷ്യൻസിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. തത്വാധിഷ്ഠിതമായിട്ടാണ് ഇത് എല്ലാം ചെയ്തു പോകേണ്ടത്. അതിൻ്റെതനുസരിച്ചിട്ടുള്ള റൈറ്റ് നോംസ് എന്ന് വെച്ചാൽ മാനദണ്ഡങ്ങള്, പോളിസി നയങ്ങള് അല്ലെങ്കിൽ നടപടിക്രമങ്ങളെല്ലാം റൈറ്റ് അല്ലെ റിട്ടേൺ ചെയ്ത് എന്ന് വെച്ചാൽ എഴുതി തയ്യാറാക്കേണ്ട കാര്യം കൂടി. ഇപ്പൊ നമുക്കറിയാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ റോങ്ങുകൾ ഉണ്ടെങ്കിൽ ഇന്ന നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ കാഴ്ചവെക്കേണ്ടതുണ്ട് അല്ലെ. നഴ്സുമാരുടെ ഉള്ളിലേക്ക് ഇന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഡ്യൂട്ടി ചെയ്യാനായിട്ട്. ഇതെല്ലാം എഴുതി തയ്യാറാക്കേണ്ടത് ആര് തന്നെയാണ്, സൂപ്പർവൈസറി പോസ്റ്റിലുള്ളവരാണ്. Then identify a patient service needs by establishing personal relationship. അതായത് നമ്മുടെ സേവനമാണ് അവർ കാഴ്ചവെക്കുന്നത് അല്ലെ. അപ്പൊ ഒരു നല്ലൊരു ബന്ധം, വ്യക്തിബന്ധം കാഴ്ചവെക്കാനായിട്ട് ഇവർ തയ്യാറാവുന്നു. ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരു നല്ല വ്യക്തിബന്ധം തയ്യാറാക്കുന്നത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് അത് വിലയിരുത്തി അവരൊരു സർവീസ് കാഴ്ചവെക്കാനായിട്ട് ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. Then provide information need to patients and health care team. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോ സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവർ എന്ന് വെച്ചുകൊണ്ട് പേഴ്സൺസ് അവരവരുടെ ഡ്യൂട്ടി ചെയ്യും. അപ്പൊ പേഷ്യൻസിനോടെല്ലാം നമ്മൾ ക്രാഷ് ആയിട്ടൊന്നും ചെയ്യാമോ? ഇല്ല. അവരോടെല്ലാം മാന്യമായിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല വ്യക്തിബന്ധം പുലർത്തിക്കൊണ്ട് തന്നെയായിരിക്കണം മറ്റു നഴ്സുമാരെ നിയന്ത്രിക്കേണ്ടതും അച്ചടക്ക നടപടിയിലൂടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ടും പാടുള്ളൂ. എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് എന്താണ് പേഷ്യൻസിന്റെ ഹെൽത്തും അത് അല്ലെ, അവരുടെ ആരോഗ്യം, അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. പ്രൊവൈഡ് ഇൻഫോർമേഷൻ നീഡഡ് ടു പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ടീമിനും എന്തെങ്കിലും അല്ലെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ, വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യതയോടുകൂടി പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമുക്കറിയാം അല്ലെ, സീസണായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സീസൺ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചിലപ്പോൾ പേഷ്യൻസിനെ നിർദ്ദേശിക്കാം. അതോടൊപ്പം തന്നെ അല്ലെ നമ്മുടെ അവരുടെ ഹെൽത്ത് ടീമിനെയും കൂടി നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കൂടി കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ പേഷ്യൻസിനോട് നിർദ്ദേശിക്കാം, നിങ്ങൾ ചൂടുള്ള വെള്ളമാണ് കഴിക്കേണ്ടത്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെഡിസിൻ എപ്പോഴെപ്പോഴും എടുക്കണം അല്ലെ. ഒരു വ്യക്തിപരമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതായത് നല്ല നല്ല ഇൻഫോർമേഷൻസ്, നല്ല നല്ല ആശയങ്ങളെല്ലാം പേഷ്യൻസിന്റെ ഇടയിലും അതേമാതിരി തന്നെ ഹെൽത്ത് കെയർ ടീമിന്റെ ഇടയിലും നിർദ്ദേശിക്കാനായിട്ട് തയ്യാറാവണം എന്നുള്ളത്. Then maintain documentation of a patient care service. അതായത് എല്ലാ തരത്തിലും അല്ലെ അവരുടെ സർവീസുകളെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു രൂപരേഖ തയ്യാറാക്കേണ്ടതുണ്ട്. Then confirm operation of a medical and administrative equipment and verify emergency equipment availability. അതായത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പൊ നമ്മളിങ്ങനെ സൂപ്പർവൈസറി പോസ്റ്റിൽ നടക്കുമ്പോൾ അല്ലെ, സൂപ്പർവൈസറി പോസ്റ്റിലായിട്ട് ആ നഴ്സ് നടക്കുമ്പോൾ എവിടെയെങ്കിലും അപാകതകൾ ഉണ്ടോ, നഴ്സുമാരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മാത്രമല്ല പേഷ്യൻസിന്റെ ഇടയിൽ നല്ല വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതോടൊപ്പം അവർക്ക് കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്, എക്യുപ്മെന്റ്സുകളെല്ലാം മതിയായ എക്യുപ്മെന്റ്സ് എല്ലാം ഈ സ്റ്റാഫിന് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന് കൈകാര്യം വേണ്ടിയിരിക്കുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം മതിയായ രീതിയിൽ ഉണ്ടോ, അത് എന്തെങ്കിലും അർജന്റായിട്ട് എമർജൻസി ആയിട്ട് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയിക്കേണ്ടവരെ അറിയിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ആര്, നഴ്സിംഗ് സൂപ്പർവൈസർ. ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തെങ്കിലും പോയിന്റ് ഡൗട്ടുകളുണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാട്ടോ. എന്തെങ്കിലും സ്പീഡ് ഉണ്ടെങ്കിലും പറയാം, എവിടെയെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ആർക്കും റെസ്പോണ്ട് ഇല്ല, കുറച്ച് പേരൊക്കെ. ഓക്കെ, കുറച്ചും കൂടി സ്പീഡ് കുറച്ച് പറയാം. എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗമുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോ എന്തെങ്കിലും പറയുന്നു. സെക്കൻഡ് പോയിന്റ്, മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് പ്രൊസീജിയർ. അതായത് നമ്മള് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യണം അല്ലെ. നമ്മൾ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും ഇത്ര പേഷ്യൻസിനെല്ലാം ഇത്രയും സ്റ്റാഫുകളുടെ അത് ഇതിൽ തന്നെ നമ്മൾ സർവീസ് നടത്തി അല്ലെ അവരുടെ സേവനം കൊണ്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും. ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പൊ ആ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇപ്പൊ സൂപ്പർവൈസറി പോസ്റ്റ് നടക്കുമ്പോൾ അറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ചിലയിടത്തൊക്കെ വളരെ അവരുടെ കെയർലെസ് കൊണ്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കാതെ വരുന്നത്. ചിലയിടത്തെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഫോൾട്ട് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ഫോൾട്ട് ഒന്നും ഇല്ല എങ്കിൽ നമുക്കറിയാം ഇത്ര പേഷ്യൻസിനെ സെർവ് ചെയ്യാനായിട്ട് ഇത്ര നഴ്സുമാരുടെ ആവശ്യകതയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നേരത്തെ കൂട്ടി ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള പ്ലാനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് പങ്കുവെക്കാനായിട്ട് സൂപ്പർവൈസറി പോസ്റ്റുകളായിട്ട് തയ്യാറാകണം എന്നുള്ളത്. അപ്പൊ അവരാണ് എന്താണ് ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പങ്കുവെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്തെങ്കിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത്തിരി സ്ലോ ആയിട്ട് നോക്കാം. നഴ്സിംഗ് ഇൻചാർജ് നമുക്ക് കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തോടുകൂടി നമുക്ക് തീർക്കാം. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ കഴിഞ്ഞു നമുക്ക് നഴ്സിംഗ് ഇൻചാർജ് അദ്ദേഹം ആ ഒരു പോസ്റ്റിലുള്ള നഴ്സുമാരുടെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. It is the duty of a nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. അതായത് ഓരോ ഷിഫ്റ്റിലും അതായത് നമുക്കറിയാലോ 24 hours വർക്കിംഗ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഷിഫ്റ്റിലും ഓരോ ഷിഫ്റ്റിലും എന്താണ് ഒരു വാർഡെല്ലാം അവര് ഏതെങ്കിലും ഹെഡിന്റെ അതായത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള ഹെഡിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഇതാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ഡ്യൂറിംഗ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. ഓരോ ഷിഫ്റ്റിലും ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വാർഡെല്ലാം എന്താണ് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള ഒരു നഴ്സിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. If there is any problem with the patient, it is the nursing in charge who contact the patient first. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ആ ഒരു വാർഡില് ഏതെങ്കിലും പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ആദ്യം തന്നെ കോൺടാക്ട് ചെയ്യേണ്ടത് ആരെയാണ്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള ആ ഒരു നഴ്സിന്റെ അടുത്താണ്. Then if the patient is not satisfied with her response, ask to speak to the nurse supervisor. അദ്ദേഹത്തിന് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയുടെ അടുത്ത് ആ ഒരു പേഷ്യന്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അവർക്ക് കൃത്യമായിട്ട് തൃപ്തിയായിട്ടുള്ള ഉത്തരങ്ങൾ അല്ലെ മറുപടികൾ കിട്ടിയില്ല എങ്കിൽ
പിന്നെ അടുത്ത ആരെയാണ് ബോധിപ്പിക്കേണ്ടത്? സൂപ്പർവൈസറുടെ അടുത്തെയാണ് ആ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പൊ നഴ്സിംഗ് ഇൻചാർജ് ഉള്ളവർക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഒരു വാർഡ് അല്ലെ, ഓരോ ഷിഫ്റ്റ് ഓരോ ഡ്യൂട്ടി നമുക്കറിയാം 24 hours ആയതുകൊണ്ട് തന്നെ ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ഒരു വാർഡിന്റെ ഇൻചാർജ് ഉള്ള പേഴ്സൺ ആയിരിക്കും ആ ഒരു വാർഡിലുള്ള എല്ലാ പേഷ്യൻസിന്റെയും മേൽനോട്ടം വഹിക്കേണ്ടത്. അവിടെ എന്താണ് പ്രധാനമായിട്ട് ആ പേഷ്യൻസിന്റെ എന്തെങ്കിലും മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഇൻഫോം ചെയ്യേണ്ടത് ആ വാർഡ് അസിസ്റ്റന്റിന്റെ അടുത്താണ്. അദ്ദേഹത്തിന് തൃപ്തികരമായിട്ടുള്ള ആൻസർ കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് റെസ്പോൺസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ അടുത്തേക്ക് ഈ പ്രോബ്ലംസ് ഈ മാറ്റർ എത്തിക്കേണ്ടത്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, നഴ്സിംഗ് ഇൻചാർജ് ഉള്ളവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത്? ഫസ്റ്റ്, ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അതായത് എല്ലാവരെയും അല്ലെ ആ ഒരു വാർഡിലുള്ള എല്ലാ നഴ്സുമാരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും മാറ്റേഴ്സ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാതിരിക്കുകയോ എന്തെങ്കിലും സംതിങ് അവർക്ക് ആ ഒരു പേഷ്യന്റുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അത് ചെയ്യേണ്ടി വരുമ്പോൾ അതല്ലെങ്കിൽ അവർ കൃത്യമായിട്ടാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള സൂപ്പർവൈസറി കാര്യങ്ങളും എല്ലാം തന്നെ ഇൻചാർജ് ഉള്ള നഴ്സാണ് ചെയ്യേണ്ടത്. അത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്, അത് ഏത് ഷിഫ്റ്റ് ആണോ ആ ഷിഫ്റ്റിനനുസരിച്ചിട്ട് ആർക്കാണോ ഇൻചാർജ്, ആ ഇൻചാർജ് ഉള്ള നഴ്സാണ് അവിടെ മൊത്തത്തിൽ എന്താണ് ആ ഒരു വാർഡിനെ മൊത്തത്തിൽ വീക്ഷിക്കേണ്ടത്, സൂപ്പർവൈസ് ചെയ്യേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓരോ നഴ്സുമാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി സപ്പോർട്ടായിട്ട് നിലകൊള്ളേണ്ടത്. സെക്കൻഡ് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. അതായത് നല്ല രീതിയിൽ സേവനം കാഴ്ചവെക്കുന്നു എന്ന് ഉള്ള ഉത്തരവാദിത്ത ബോധം ആർക്കുണ്ടായിരിക്കണം? നഴ്സിംഗ് ഇൻചാർജിന് ഉണ്ടായിരിക്കണം. ആ വാർഡില് നല്ല സേവനമാണ് ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യസ്ഥൻ ആരാണ്? അവിടുത്തെ നഴ്സിംഗ് ഇൻചാർജാണ്. തേർഡ് വൺ, ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. അതായത് ഇവിടെ അല്ലെ ആ ഒരു വാർഡിലെല്ലാം നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ നഴ്സുമാർ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരുടെ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് അവരുടെ ഡ്യൂട്ടി അല്ലെ നമ്മുടെ ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ആരാണ് ഓരോ ഡ്യൂട്ടി ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സൂപ്പർവൈസറിന് കൊടുക്കേണ്ടതും നഴ്സിംഗ് ഇൻചാർജ് തന്നെയാണ്. ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ, അതായത് അവിടെയുള്ള വാർഡിന്റെ പ്രവർത്തനങ്ങൾ അത് എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ അതൊക്കെ അപാകതകളെല്ലാം പരിഹരിച്ച് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകേണ്ടത് ആരാണ്? ഉത്തരവാദിത്വത്തിന്റെ കീഴിലുള്ളതാണ്, നഴ്സിംഗ് ഇൻചാർജിന്റെ ഉത്തരവാദിത്തത്തിന് കീഴിലുള്ളതാണ്. ലാസ്റ്റ് വൺ പറയുന്നത് ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോറ്റിക് റിപ്പോർട്ട്സ്. അതായത് എന്തെങ്കിലും അല്ലെ മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ അത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടതും ഇവര് തന്നെയാണ്. മയക്കുമരുന്ന് റിപ്പോർട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നാരോകോട്ടിക്സ് എന്ന് പറയുന്നത്. വൈദ്യസഹായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് കൈകാര്യം ചെയ്യണം. അതേമാതിരി തന്നെ ഈ ഒരു ലെവലില് എന്തെങ്കിലും അല്ലെ മയക്കുമരുന്ന് സംബന്ധം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം സഡേഷന് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് കൃത്യതയോടുകൂടി തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും തയ്യാറാക്കേണ്ടത് ആര് തന്നെയാണ്? അത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തികൾ തന്നെയാണ്. അതിങ്ങനെ എല്ലാവർക്കും അത് കൈകാര്യം ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ അത് കൃത്യതയോട് തന്നെ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കിയിട്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ വൈദ്യസഹായത്തിന്റെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ആ ഒരു വാർഡില് ആ ഒരു യൂണിറ്റില് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തി തന്നെയാണ്. ജസ്റ്റ് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Third point, to prepare monthly duty roster and report supervisor. അതായത് ഇതിന്റെ ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത് ഓരോ ഡ്യൂട്ടി ഉണ്ടല്ലോ, ഷിഫ്റ്റ് ഡ്യൂട്ടികളാണ്. നമുക്കറിയാം മോർണിംഗ് ടു ഈവനിങ് ഉണ്ടാവും, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ ഓരോ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അവർക്ക് ഡ്യൂട്ടികൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും ഓരോ സ്റ്റാഫുകൾ.
അപ്പൊ ആ ഒരു യൂണിറ്റിലുള്ള സ്റ്റാഫ് നഴ്സുമാരുടെ ഡ്യൂട്ടി റോസ്റ്റർ എത്രത്തോളം ടൈമിലാണ് അവർ കയറേണ്ടതും ഇറങ്ങേണ്ടതും അതനുസരിച്ചിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാവുള്ളൂ. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് റിപ്പോർട്ട് സൂപ്പർവൈസറിന് കൊടുക്കേണ്ടത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. ഓക്കെ, കിട്ടിയോ? വേറെന്തെങ്കിലും നമുക്ക് നോക്കാം. സ്റ്റാഫ് നേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു പ്രത്യേകത എല്ലാം ഒന്ന് നോക്കി പോവുക. കാരണം കുറച്ചു പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ ഇതിന്റെ അല്ലേ നമ്മളിപ്പോ കണ്ടതിന്റെ ഇൻചാർജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ വാർഡുമായി ബന്ധപ്പെട്ട ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള സൂപ്പർവൈസ് അല്ലെങ്കിൽ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുക. ഇതൊക്കെ നമ്മളിപ്പോ ജസ്റ്റ് കേട്ടപ്പോ തന്നെ മനസ്സിലായില്ലേ. അപ്പൊ അതുമായിട്ട് അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മളിപ്പോ ചോദ്യം ചോദിക്കാൻ മിക്കവാറും എങ്ങനെയായിരിക്കും? ഹൂ സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫിന്റെ വാർഡ് അല്ലെങ്കിൽ ഇന്ന യൂണിറ്റ് അങ്ങനെ ചോദിക്കുമ്പോൾ ആരായിരിക്കും സൂപ്പർവൈസ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം നഴ്സിംഗ് ഇൻചാർജ് ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ആരൊക്കെ ഉണ്ടാവും? നഴ്സിംഗ് സൂപ്പർവൈസന്റ് ഉണ്ടാവും, സൂപ്പർവൈസർ ഉണ്ടാവും, ഡയറക്ടർ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായിരിക്കും ടിക്ക് ചെയ്യേണ്ടത്? നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തി. കാരണം അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് വാർഡ് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന തലത്തിൽ തരുമ്പോൾ അല്ലെ. ഹൂ സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ് ഇന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഇന്ന വാർഡ് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് അപ്പൊ ഇതിൽ ഏതിലും അങ്ങനെ തന്നെയാണ്. സൂപ്പർവൈസറിന്റെ ചോദ്യം വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. ഹൂ മെയിൻറ്റെയിൻ ഡോക്യുമെന്റ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ, ഏത് പ്ലേസ് ആണ് അതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യും. അപ്പൊ ഡോക്യുമെന്റ് തയ്യാറാക്കേണ്ടത് ആര് തന്നെയാണ്? നമ്മുടെ സൂപ്പർവൈസറാണ്. അപ്പൊ അതിന്റെ പേഷ്യന്റ് കെയർ സർവീസിന്റെ ആ ഒരു ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് പലതരത്തിലുള്ള ചോയ്സ് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണെന്നുള്ളത് നോട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് പൊതുവെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ലെവലിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കും. ഇനി നഴ്സിംഗ് സ്റ്റാഫ് നഴ്സുകൾ നോക്കാം. ജസ്റ്റ് മനസ്സിലാക്കി പോകുമ്പോൾ നഴ്സിംഗ് ഹൈറാർക്കി ഇസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിൽ സ്റ്റാഫ് നഴ്സിനെ നമുക്ക് നോക്കാം. നമ്മൾ കാണുന്ന അല്ലെ എവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ സൂപ്രണ്ടിന്റെയോ സൂപ്പർവൈസറിനെയോ അങ്ങനെയൊന്നും നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മിക്കവാറും എല്ലാവരും തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, കണ്ടിട്ടുണ്ടാവും. പൊതുവെ അവരെന്താ ചെയ്യുന്നത്? അവര് അല്ല ഓരോ പേഷ്യന്റിനെ പരിശോധിക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു, അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് തന്നെ അന്നത്തെ പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽസ് ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്. അതായത് കൂടുതൽ ഭാഗം അല്ലെ, നല്ല ഒരു ഭൂരിഭാഗം കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ റോള് ആർക്കാണ്? പ്രധാനമായിട്ട് ഒരു ഹോസ്പിറ്റലിലെ പ്രധാന റോൾ ആർക്കാണ്? സ്റ്റാഫ് നഴ്സിനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽ ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്. സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഓർ എ ഡിപ്ലോമ ഫ്രം എ റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. അതായത് നമുക്കറിയാം സ്റ്റാഫ് നഴ്സുകൾക്ക് അവർക്ക് മതിയായ ബാച്ചിലർ ഡിഗ്രി ഉണ്ടാവണം. ഇതിന്റെ ആ ഒരു നഴ്സിംഗിന്റെ മതിയായ ബാച്ചിലർ ഡിഗ്രി അത് അംഗീകൃത ഫീൽഡിൽ നിന്ന് ലഭിച്ചവരായിരിക്കണം. They spend a lot of their time providing direct patient care. പൊതുവെ അവരുടെ ഭൂരിഭാഗം സമയവും എന്താണ്? പേഷ്യന്റിന്റെ ശുശ്രൂഷയിലാണ് പ്രധാനമായിട്ടും പങ്കാളിയാവുന്നത് സ്റ്റാഫ് നഴ്സുമാര് തന്നെയാണ്. Then a staff nurse continuously observe, monitor and assess the progress of each patient. അല്ലെ, ഓരോ പേഷ്യന്റിനെയും അവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവർക്ക് മരുന്നുകൾ കൊടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക, അവരെ ഒബ്സർവ് ചെയ്യുക, അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവരുടെ രോഗവിവരങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുക, അതിന്റെ അസസ് വിലയിരുത്തുക, എന്തെങ്കിലും പുരോഗതികൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുക അല്ലെ. അത് എന്തെങ്കിലും ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഡോക്ടറിനെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ഡോക്ടറെ അറിയിക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ രോഗികളുമായിട്ട് ഇടപഴകുന്നവരാരാണ്? സ്റ്റാഫ് നഴ്സുമാരാണ്. Then if there is a sudden change in any patient's condition, nurse take appropriate actions such as medication or calling the doctor. അല്ലെ, എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ് അല്ലെ, എന്തെങ്കിലും നമ്മൾ
ഇപ്പൊ പെട്ടെന്ന് അല്ലെ എന്ത് കാര്യങ്ങൾ പേഷ്യൻസിന്റെ ഭാഗത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഡൗണായി പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് CPR അല്ലെ ഒരു ശ്വാസം തന്നെ നിലച്ചു പോകുന്ന അവസ്ഥകളിൽ വരെ ഫസ്റ്റ് ആയിട്ട് അല്ലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഒരു പ്രൊഫഷൻ ആദ്യം തന്നെ നഴ്സുമാർക്കാണ്. ആ ഒരു ഇതുകളിൽ നമുക്കറിയാം ആ വാർഡുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴും മിക്കവാറും ഏതെങ്കിലും നഴ്സുമാരായിരിക്കും അവിടെ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അവരായിരിക്കും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ചെയ്യേണ്ടി വരുന്നത്. ഇൻ കേസ് അവരെ കൊണ്ടാവുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യണം, അവര് ഡോക്ടേഴ്സിനെ എത്രയും പെട്ടെന്ന് കോൾ ചെയ്ത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ മെഡിസിൻ കൊടുക്കുന്നതിന്റെ ഒപ്പം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന്റെ ഒപ്പം അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രഷർ ലോ ആയി പോവുക അല്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് ഹൈ ആയി പോവുക അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് ആര് തന്നെയാണ്, നഴ്സുമാർ തന്നെയാണ്. പിന്നെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യേണ്ടത് നഴ്സുമാർ തന്നെയാണ്. തന്നെ സ്റ്റാഫ് നഴ്സുമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. എന്താണ്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സമയം പേഷ്യന്റ് ആയിട്ട് ചെലവഴിക്കുന്നത് സ്റ്റാഫ് നഴ്സുമാരാണ്. അപ്പൊ നല്ലൊരു ബന്ധം അല്ലെ, പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റുമാരായിട്ട് ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നഴ്സുമാരെ അവരെ പരിചിതമായ നഴ്സുമാരെ കണ്ടിട്ട് അവരോട് ഓക്കെ അല്ലെ ബൈ ബൈ പറഞ്ഞിട്ടൊക്കെയാണ് പേഷ്യൻസ് ഒക്കെ പോവുക. കാരണം അത്രയും അറ്റാച്ച്മെന്റ് ആയിരിക്കും ഒരുപക്ഷെ ആ സ്റ്റാഫ് നഴ്സുമാരായിട്ട് ഉണ്ടാവുക. അപ്പൊ അത് തന്നെയാണ് പറയുന്നത് എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. The next, establishing a sympathetic environment by providing psychological, spiritual support to patients, friends, families. അതായത് നമുക്കറിയാം ആ ഒരു എൻവയോൺമെന്റ് അല്ല ആ ഒരു അന്തരീക്ഷത്തിൽ ഏതൊരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ വേദനകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇമോഷൻസ് അവരുടെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ശരിക്കും പറഞ്ഞ സ്റ്റാഫ് നഴ്സുമാരാണ്. അത് ഏത് രീതിയിലാണെങ്കിലും അല്ലെ ഒരു ആത്മീയമായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ വൈകാരിക നിമിഷങ്ങളിൽ അത് ഒത്തിരി വേദനയും പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിമ്പതിയോട് കൂടിയിട്ട് അല്ലെ കരുണയോട് കൂടിയിട്ട് അവരെ കുഴപ്പമില്ല മാറിക്കോളും, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിപോലെ വേദന പെയിൻ കുറയും, അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് അല്ലെ. ചിലപ്പോൾ നമുക്ക് പേടിയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ അഭിമുഖീകരിക്കാനായിട്ട് അതിനൊന്നും പ്രശ്നമില്ല. അത് സ്റ്റാർട്ടിങ്ങിന് മാത്രമേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഒത്തിരി കൂടി ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കെല്ലാം അല്ലെ കുറച്ച് ഉപകരണങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് അതിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പൊ പേഷ്യൻസിനെ ഒന്ന് സമാധാനപ്പെടുത്തി അവരെ ഫ്രണ്ട്ലി രീതിയിൽ അല്ലെ നല്ല ശാന്തമായി തന്നെ നല്ലൊരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെ കരുണയോടുകൂടി അവരുടെ ഇടപെടുകാരൊക്കെ ആയിട്ട് തയ്യാറാകേണ്ടതും ആര് തന്നെയാണ്? സ്റ്റാഫ് നഴ്സുമാരാണ്. Then solve patients' problems, maintain a safe and clean working environment. അതായത് പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ പതിയെ സോൾവ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ സ്ഥലങ്ങളെല്ലാം അല്ലെ ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ വർക്കിംഗ് എൻവയോൺമെന്റ് എല്ലാം നല്ല വ്യക്തമായ വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. Then medication administration and storage procedure. അതായത് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത്രയും പേഷ്യൻസിന്റെ മെഡിസിൻസും അതേമാതിരി തന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോർ ചെയ്തിട്ട് ആവശ്യാനുസരണം അത് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്, എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേഖാമൂലം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് ആര് തന്നെയാണ്? സ്റ്റാഫ് നഴ്സുമാരാണ്. Then maintain patient confidence and keep information confidential. അതായത് നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ആത്മവിശ്വാസം അല്ലെ. നമുക്ക് പേഷ്യൻസിന് ഒരു ആത്മവിശ്വാസം ധൈര്യം പകർന്നു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല ഇൻഫോർമേഷൻസ് എല്ലാം എന്താണ് കോൺഫിഡൻസോടുകൂടി നമ്മൾ കൊടുക്കുന്ന അല്ലെ. ഒരുപക്ഷെ നമ്മളെ പേഷ്യൻസ് ഒരുപാട് നഴ്സുമാരോടൊക്കെ പങ്കുവെക്കും, അവരുടെ വ്യക്തിപരമായിട്ട് മറ്റുള്ളവരോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളെല്ലാം എന്താണ് ഒരുപക്ഷെ നഴ്സുമാരോട് പങ്കുവെച്ചെന്നിരിക്കും. ആ ഒരു ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് അത് സൂക്ഷിക്കാനായിട്ടും തയ്യാറാകേണ്ടത് ആര് തന്നെയാണ്? നമ്മുടെ സ്റ്റാഫ് നഴ്സുമാർ തന്നെയാണ്. Then maintain the inventory checking. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മെഡിസിൻസും അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഓരോ സമയത്തിനനുസരിച്ചിട്ട് തന്നെ അല്ലെ. നമുക്കറിയാലോ നമ്മുടെ നഴ്സുമാര് വന്നിട്ട് ഇത് രാവിലേക്ക് സമയത്തിനുള്ളിൽ മെഡിസിൻ എത്തിക്കണം, ഇഞ്ചക്ട് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെ എത്തിക്കണം, ഡോക്ടർ വരുമ്പോൾ കാണിക്കാനായിട്ടുള്ളതാണ്, അങ്ങനെ നമ്മളോട് എല്ലാം ആവശ്യപ്പെടും. അപ്പൊ ഇൻവെന്ററി മതിയായ അളവിൽ ഓരോ സമയത്തും എനിക്കും ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ
അതിന്റെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ മെഡിസിൻസ് എല്ലാം സ്റ്റോർ ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. Then maintain professional and technical knowledge by attending education workshop. അതായത് ഇവർക്ക് അല്ലെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. കാരണം എഡ്യൂക്കേഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അല്ലെ, അവർക്ക് അതിൻ്റെതായ ഡ്യൂട്ടി നിർവഹണത്തിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ നോളജും കൂടി ഉണ്ടായിരിക്കണം. അന്നെങ്കിൽ മാത്രമേ അത് നിലനിർത്തി കൊണ്ടുപോകണം. നമുക്കറിയാം പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവർ അതിനനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആ നോളജ് കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ, പുതിയ പുതുമയോട് കൂടിയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്കൽ നോളജ് കൂടിയും അവര് സ്വായത്തമാക്കണം എന്നുള്ളത് അതും അവരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അല്ല നമ്മൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് തന്നെ അവരുടെ നോളജിലും ഭേദഗതികളൊക്കെ വരുത്തി അവര് കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ് അല്ലെങ്കിൽ അറിവൊക്കെ സ്വീകരിച്ചിട്ട് അവരുടെ ജോലിയും നോളജും വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ട ഉത്തരവാദിത്വവും സ്റ്റാഫ് നഴ്സുമാരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ എടുത്തിട്ടുണ്ടോ? മറ്റേ ഞാനൊരു ചാപ്റ്ററും കൂടി എടുക്കാൻ പറഞ്ഞായിരുന്നു. ഫ്രണ്ട് ഓഫീസ്, ഫണ്ട് ഫ്ലോ ആൻഡ് ഫ്രണ്ട് ഓഫീസ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ കൊണ്ടുവന്നില്ലെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഫ്രണ്ട് ഓഫീസ്, ഫണ്ട് ഫ്ലോ ആൻഡ് മാനേജ്മെന്റ് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ഫ്രണ്ട് ഓഫീസ് എടുക്കാം. ഇതുവരെയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലാസ്സുകൾ ഓക്കെ ആണോ? അപ്പോ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കണ്ടിന്യൂ ചെയ്യാറോ? നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോ അതില് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്താണെന്ന് നോക്കാം. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, അത്യാവശ്യം കുറച്ച് ഹൈറാർക്കിയിൽ അനുസരിച്ചിട്ട് ഏറ്റവും ടോപ്പ് ലെവൽ മുതൽ നമ്മൾ താഴേക്ക് വരികയാണ്. ഏറ്റവും അണ്ടറിൽ വരുന്ന പോസ്റ്റിലുള്ള വർക്കേഴ്സ് ആണ് നഴ്സിംഗ് അസിസ്റ്റന്റ്. ആ നഴ്സുമാർക്കും അവരുടേതായ ഡ്യൂട്ടികളുണ്ട് അല്ലെ. എല്ലാവരുടെയും ഡ്യൂട്ടി ഒന്നിച്ച് നിന്നാലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളല്ലേ. ഏത് പേഷ്യന്റിനും എന്താണ് ഏറ്റവും മുകളിലുള്ള നഴ്സുമാരുടെ മാത്രം പോരാ, എല്ലാ തരത്തിലുള്ള വർക്കേഴ്സിന്റെയും ജോലികളിൽ ഭാഗമാകേണ്ടതുണ്ട്. അത് തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നഴ്സിംഗ് ഇസ് ഇൻഡിവിജ്വൽ ഹൂ വർക്ക്സ് അണ്ടർ എ സ്റ്റാഫ് നഴ്സ് ഇൻ എ സപ്പോർട്ടീവ് റോൾ അണ്ടർ. അതായത് നമ്മൾ സാധാരണയായിട്ട് ഒരു സപ്പോർട്ടർ ആയിട്ട് അല്ലെ, ഒരു അസിസ്റ്റന്റ് വർക്കറായിട്ടാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും എന്താണ്, സ്റ്റാഫ് നഴ്സിന്റെ അണ്ടറിലാണ് ഇദ്ദേഹം അല്ലെ ഈ ഒരു വ്യക്തി അവരുടെ റോള്, അവരുടെ പങ്ക് നിർവഹിക്കുന്നത്. Assistants have duties like helping patients with their basic needs. നമുക്കറിയാം അല്ലെ, അസിസ്റ്റന്റ് വർക്കർമാർ നഴ്സുമാർ എന്താ ചെയ്യുന്നത്, പൊതുവെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടികളൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ദേ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് ഓഫ് നഴ്സിംഗ്. അവര് മസ്റ്റ് ആയിട്ടും എന്താണ് ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സുകളെല്ലാം കഴിഞ്ഞിട്ടാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ എന്താണെന്ന് നോക്കാം. ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം അല്ലെ, നമ്മൾ പറഞ്ഞായിരുന്നു പേഷ്യൻസിന് അല്ലെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട്.
നമുക്കറിയാം കിടപ്പ് രോഗികളൊക്കെ ആവുമ്പോൾ അല്ലെ അവര് നിവർന്ന് കുറച്ച് ഒരു പക്ഷേ ചില വശങ്ങൾ മാത്രം എന്തെങ്കിലും തളർന്നു പോയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെല്ലാം ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പൊതുവെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആവശ്യമായിട്ട് വരും. അപ്പൊ ബാത്റൂംസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ പ്രധാനമായിട്ടും അവരുടെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത്. ദെൻ ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യന്റ്, അതായത് നമ്മള് പൊതുവെ നമ്മുടെ കിടപ്പ് ചികിത്സയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ ക്ലീൻ ചെയ്ത് കൈകാര്യം ചെയ്യേണ്ട പ്രവർത്തനം പ്രധാനമായിട്ടും ചെയ്യുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റുമാരാണ്. ദെൻ മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്, അതായത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നനഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ നനവുകളെല്ലാം മാറ്റി ബെഡ്ഷീറ്റും കാര്യങ്ങളും അല്ലെ ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റുമാരാണ്. Then turn reposition and move patients between wheelchairs and wheelchairs, seats and bed. അതായത് നമ്മൾക്കറിയാം കുറച്ചും കൂടി അല്ലെ കിടപ്പ് രോഗികളല്ലാതെ ഒന്ന് എണീപ്പിച്ചിരുത്തി വീൽ ചെയറുമൊക്കെ കയറ്റി ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൊതുവെ അല്ലെ പേഷ്യൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ നിയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, പൊതുവെ ഇവരെയൊക്കെ മൂവ് ചെയ്ത് അല്ലെ വീൽ ചെയറിലേക്കൊക്കെ കയറ്റി ഇരുത്തി സീറ്റ്സുകളെല്ലാം അല്ലെ അവരെ കുറച്ച് നേരം എങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ കുറച്ചു നേരത്തേക്കൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി തിരിച്ച് ബെഡിലേക്കൊക്കെ കൊണ്ടുവന്ന് കിടത്തേണ്ട പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റുമാരാണ്. സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദെയർ ഫുഡ്, അതായത് അവരെ പേഷ്യൻസിന് സെൽഫായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെല്ലാം ഹെൽപ്പ് ചെയ്ത് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, നഴ്സിംഗ് അസിസ്റ്റന്റുമാരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. Then measure vital signs such as blood pressure, temperature and report RH, അതായത് നമ്മൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള രജിസ്റ്റേർഡ് നേഴ്സ് അല്ല റൊട്ടീൻ നേഴ്സ് എന്നാണ്, രജിസ്റ്റേർഡ് നേഴ്സ് എന്നല്ല എന്ന് പറയുന്നത്, റൊട്ടീൻ നേഴ്സ് ROUTEEN നേഴ്സ്. അതായത് നമ്മള് പ്രധാനപ്പെട്ട സയൻസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സിഗ്നലുകൾ, അതായത് പ്രഷറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മോണിറ്റർ ചെയ്ത് കാണിക്കേണ്ടത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആ സിഗ്നൽ അല്ലെ കൃത്യമായിട്ട് തന്നെ അതുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഓക്സിജന്റെയും ഇതിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവൊക്കെ നമ്മള് അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പ്രഷറിന്റെ വേരിയേഷൻ കാണിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഷുഗറിന്റെ വേരിയേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതാണെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് നോട്ട് ചെയ്ത് മോണിറ്റർ ചെയ്തെടുത്തിട്ട് അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം റൂട്ടീൻ നേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന നേഴ്സിനെ അറിയിക്കേണ്ടതും ആരാണ്, നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. So measure vital signs such as blood pressure, temperature and report routine nurse. അവിടെ മേൽനോട്ടമായ അല്ലെ ആ ഒരു നഴ്സിന്റെ കീഴിലായിരിക്കും ഈ പേഷ്യന്റ് ഇവിടെ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ആ നഴ്സിനെ അറിയിക്കണം. ഇതിന്റെ കാര്യങ്ങളൊക്കെയാണ് മോണിറ്റർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊക്കെ തന്നെ റൂട്ടീൻ നഴ്സിനെ അറിയിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ഇത്രയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. പറ്റുന്നവരുണ്ടെങ്കിൽ ഫ്രണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് നോക്കാം.
രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ റൂട്ടീൻ നേഴ്സ്, അതായത് അവിടെയുള്ള നേഴ്സുമാരെ നമ്മൾ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അവിടെ കൃത്യമായിട്ടുള്ള ഫേമിൽ അല്ലെ, നമ്മള് കൃത്യമായിട്ടുള്ള ഫേമിൽ നിന്ന് ഡിപ്ലോമയും ഇതുമുള്ള വ്യക്തികൾ തന്നെയാണ് സ്റ്റാഫ് നേഴ്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ടെമ്പറേച്ചർ, ഈ നഴ്സുമാർ അവരുടെ ആ ഒരു വാർഡിൽ ആ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന റൊട്ടീൻ ആയിട്ടുള്ള നഴ്സിനെ അറിയിക്കുക എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. മെഷർ വൈറ്റൽ സൈൻ ആൻഡ് such as blood pressure, temperature and report to routine nurse. അതായത് ആ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന പേഴ്സൺ. ഓക്കെ, ക്ലിയർ ആണോ? കാണാറുള്ളത് ഓക്കെ ആയോ? നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ് ആണ്. നിങ്ങളുടെ കൈവശമുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാമോ? നമുക്ക് നെക്സ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. കുറച്ച് കൂടുതൽ അധികം എടുക്കാനുണ്ട് നമുക്ക് പോർഷൻസ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സ്പീഡ് കൂടുതൽ പറഞ്ഞോളൂ. എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ചെയ്തിട്ടായിരിക്കും. ആരെങ്കിലും ഓരോരുത്തർ സംസാരിക്കാം. ഓക്കെ, ആർക്കൊന്നും പറയാനില്ല. എനിവേ എന്തെങ്കിലും സ്പീഡ് കൂടുതലോ എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, തീർച്ചയായിട്ടും ഞാൻ ക്ലിയർ ചെയ്ത് പോകാം. പക്ഷെ നമുക്ക് പോർഷൻസ് അധികം എടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണോ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. അതായത് എന്തെങ്കിലും വീണ്ടും ഓക്കെ ചോദിക്കാനില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നഴ്സുമാരുടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞു. അതൊന്ന് ആ ചാപ്റ്റർ അല്ലെ, ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു റിസപ്ഷനിസ്റ്റ്, ഒരു ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ്, അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും, അദ്ദേഹം ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു, പേഷ്യൻസിനോട് എങ്ങനെ പെരുമാറണം, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അതിൽ വരുന്നത്. വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ഫങ്ഷൻസിലാണ്. അതെ, മൊഡ്യൂൾ 1-ലാണ് അത്. മൊഡ്യൂൾ 1-ൽ 1-2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ട് അല്ലെ? ഇനി ഏതൊരു ചാപ്റ്റർ ആണോ മിസ്സിംഗ് ആയിട്ട് വന്നേക്കുന്നത്? ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് അല്ലെ? വേറെ എന്തെങ്കിലും ഉണ്ടോ? മൊഡ്യൂൾ 1-ല് ഓപ്പറേഷൻ തിയേറ്ററും ഫ്രണ്ട് ഓഫീസും അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ എടുത്ത് തീർക്കാനുണ്ടോ? എടുത്ത് തീർക്കുന്നുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യാത്തതുണ്ടോ? അറിയില്ല. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സ് എടുക്കാം. അതിനുശേഷം നമുക്ക് മൊഡ്യൂൾ 2-ലേക്ക് പോകാം. അപ്പോ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വെന്റിലേറ്ററും എടുക്കാനാണ്. ഓപ്പറേഷൻ തിയേറ്ററും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റും ആണ്. ഞാൻ വെന്റിലേറ്റർ നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ 1-2 അല്ലെ ഈ ഉള്ള ചാപ്റ്റേഴ്സ് ഒന്ന് എടുത്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. എന്തായാലും തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡേ വരുമ്പോൾ നിങ്ങൾ തന്നെ കൊണ്ടുവരാം ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ അതില് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ഞാൻ സ്ക്രീനിൽ അത് കാണിച്ചിട്ടില്ല, നെക്സ്റ്റ് ഡേ തുടങ്ങി നമുക്കത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യും. അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ അതിന്റെ ജസ്റ്റ് ഹോസ്പിറ്റൽ ഭാഗമുണ്ട്.
അപ്പൊ നമ്മൾ അതില് വരുന്നത് എന്താണ്, വർക്ക് ഫ്ലോ ആണ്. ഫസ്റ്റ് ഒരു ചെറിയ ഹെഡിങ് നിങ്ങളുടെ കയ്യിൽ കാണുമെന്നുള്ളത് കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ ക്ലാസ്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ അതില് ഫസ്റ്റ് വർക്ക് ഫ്ലോ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സ് ഹോസ്പിറ്റൽ വാർഡ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നമുക്ക് നോക്കാം കസ്റ്റമേഴ്സ് പ്രിസമാണ് ഹോസ്പിറ്റൽ വാർഡ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി വെന്റിലേറ്റർ, ഓപ്പറേഷൻ തിയേറ്റർ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ICU, അത്രയും 4 ചാപ്റ്റേഴ്സ് ആണ് എടുക്കാനുള്ളത് അല്ലേ. എന്തായാലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഫ്രണ്ട് ഓഫീസും ഓപ്പറേഷൻ തിയേറ്ററും ഞാൻ തന്നെ ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റത് നോക്കട്ടെ. എന്തായാലും ഫസ്റ്റ് മൊഡ്യൂൾ തീർക്കാനായിട്ട് ആദ്യം ശ്രമിക്കാം. അപ്പൊ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ഫംഗ്ഷൻസിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് ഫ്ലോ ആണ്. അതിലെ ഫസ്റ്റ് ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടാണ് അവർ തുടങ്ങുന്നത്. കസ്റ്റമേഴ്സ് ആർ കിങ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡ്. അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അത് കിങ്ങിനെ പോലെയാണ് അല്ലെ. രാജാക്കന്മാരെ എങ്ങനെയാണ് നമ്മളെ പരിചരിക്കുക? രാജാക്കന്മാരെ നമ്മള് വിനയത്തോടും വളരെ അല്ലെ മാന്യതയോടും വളരെ എളിമയോട് കൂടിയിട്ടൊക്കെയാണ് സ്വീകരിക്കുക അല്ലെ. രാജാക്കന്മാർ അങ്ങനെയല്ലേ നമ്മൾ സ്വീകരിക്കുക. പക്ഷെ അതുമാതിരി തന്നെയാണ് കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡ്. പക്ഷെ ഇവിടെ പേഷ്യൻസിനെ നമ്മൾ കിങ്ങിനെ പോലെ തന്നെ ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിക്കണം. പക്ഷെ അവരത്രയും അത് അല്ലെ അതത്രയും ശ്രദ്ധിക്കണമെന്നില്ല. നമ്മുടെ രാജാക്കന്മാരെ സ്വീകരിക്കുമ്പോൾ അവര് ഓക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കസ്റ്റമേഴ്സിനെ നമ്മൾ കിങ്ങിനെ പോലെ സ്വീകരിക്കണം. പക്ഷെ അവരത്രയും ഗവനിക്കണമെന്നില്ല. നമ്മൾ പക്ഷെ അതായത് റിസപ്ഷനിസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തികൾ പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിനെ ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് വെൽക്കം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡ്. ഇനി നമുക്ക് പാരഗ്രാഫിലേക്ക് നോക്കാം. എ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇൻവെറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. അതായത് ഹെൽത്ത് കെയർ ടീമിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ്. ഇൻവെറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഭാജ്യ ഘടകമാണ് ആര്? നമ്മുടെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി. ഡോക്ടേഴ്സ്, നഴ്സ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ medical receptionist to create a friendly, welcoming and well organized front office for patients and to facilitate the well functioning of the hospital. ഇതൊരു വലിയ സെന്റൻസ് ആണ്. അതായത് അവിടെയുള്ള വർക്കേഴ്സ്, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ പ്രധാനമായിട്ട് അവിടെയുള്ള വർക്കേഴ്സ് ആരൊക്കെയാണ്? ഡോക്ടേഴ്സ്, നഴ്സുമാര്, മറ്റ് മെഡിക്കൽ അല്ലെ അസിസ്റ്റൻസുമാരൊക്കെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള കുറെ പേരിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരെല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? ഇവര് ഈ കസ്റ്റമേഴ്സ് വന്നിട്ട് അവരുടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടാണ് അവരുടെ ബേസിലാണ് എന്താണ് ഡോക്ടേഴ്സ് എത്ര പേഷ്യൻസ് എനിക്കുണ്ട്, അല്ലെങ്കിൽ നഴ്സുമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആരൊക്കെ സ്കാനിങ്ങിന് വേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ ലാബില് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിധേയമാക്കേണ്ടതുണ്ട്, എല്ലാം എന്താണ് കസ്റ്റമേഴ്സിന്റെ ബേസിലാണ് അല്ലെ. കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഇവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം എന്താണ് ഈ റിസപ്ഷനിസ്റ്റിന്റെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് റിസപ്ഷനിസ്റ്റ് ഒരു അവിഭാജ്യ ഘടകമാണ്. ദെൻ വീണ്ടും പറയുന്നുണ്ട് ടു ക്രിയേറ്റ് ഫ്രണ്ട്ലി, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ്. അപ്പൊ പേഷ്യൻസിനെ അവര് വളരെ അല്ലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ വെൽക്കം ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും സൗകര്യങ്ങളും വെൽ ഫങ്ഷനിങ്, ഫങ്ഷനുകളുടെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പേഷ്യൻസിനെ അറിയിക്കേണ്ടതും ആര് തന്നെയാണ്? റിസപ്ഷനിസ്റ്റ് തന്നെയാണെന്ന് പറയും. ഞാൻ ജസ്റ്റ് തുടങ്ങി വെച്ചതേ ഉള്ളൂ. അതായത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.